ഒരു സെലിബ്രിറ്റിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടപടലം ഹാക്ക് ചെയ്തിരിക്കുകയാണ് അനുമോൾ ചെയ്തിരിക്കുന്നത്. അനുമോളുടെ കല്യാണ ഫോട്ടോയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഏകദേശം ഒരു 20 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. ഒരു വെള്ള ക്ലാസ്സിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടിരുന്നു സാർ. അനുമോളുടെ വെഡ്ഡിംഗ് ഫോട്ടോസ്, പല രീതിയിലുള്ള പോസിലുള്ള പല രീതിയിലുള്ള ഫാമിലി ഫോട്ടോസ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. അങ്ങനെ പങ്കുവച്ചതിൽ ഏതോ ഒരു ഫോട്ടോ ഈ പറയുന്ന വ്യക്തികൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ പറ ഗോപാല. അനുമോളുടെ വിവാഹ ഫോട്ടോ, അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ. എന്തിനാണ് വടി കൊടുത്ത് അടിമേടിക്കുന്നത്? അത് പാട്രിയാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയാണെന്നും പറഞ്ഞ് ഒരു വിമർശന റിയാക്ഷൻ വീഡിയോ അനുമോൾക്കെതിരെ ഇവർ ചെയ്യുന്നു. അവനെ പോലുള്ളവരാണ് എന്നെ പോലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. ആ വീഡിയോ ഇട്ടു. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അനുമോൾ അതിന് കമന്റ് ചെയ്തിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ അവരോട് സ്ഥിരം അഡ്മിറ്റാവില്ലേ? അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കൂളെ എന്നാണ്. കാരണം എനിക്കറിയാവുന്ന അനുമോക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അനുമോൾ സ്റ്റേജ് ഷോയിൽ പോകുന്നു, ബിഗ് ബോസ് അങ്ങനത്തെ പല പരിപാടികളിലൊക്കെ പോയിട്ടാണ് ഏൺ ചെയ്യുന്നത്. ഞങ്ങൾ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അതിനുശേഷം കോർപ്പറേറ്റിലേക്ക് കടന്നു വന്ന് കോർപ്പറേറ്റിൽ നല്ല കരിയർ ബിൽഡ് ചെയ്തൊരു മിഡ് മാനേജ്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരാണ് ഞാനും എന്റെ വൈഫും. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. പെട്ടെന്നൊരു ഡാർക്കായി പോയി. അനുമോളാണോ ഇത് ചെയ്തത്, അനുമോളുടെ PR ടീം ആണോ ഇത് ചെയ്തതെന്നൊക്കെയുള്ള. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും.